എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് വളരെ വലിയൊരു റാലിക്ക് ശേഷമാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 14 പോയിൻ്റാണ് മാർക്കറ്റിൽ ഡൗൺ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ RSI സ്റ്റിൽ എല്ലാം അപ്പർ സൈഡാണ്. ആണെങ്കിലും 30 മിനിറ്റിലാണെങ്കിലും 1 അവറിലാണെങ്കിലും 15 മിനിറ്റ്സിലാണെങ്കിലും മാർക്കറ്റ് അപ്പാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 50 പോയിൻറ്റിൻ്റെ ഉള്ളിലൊക്കെയാണ് ഇന്ന് മാർക്കറ്റ് മിക്കവാറും ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും. അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റ് രാവിലെ കൺസോളിഡേഷൻ സോണിലേക്ക് അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ന്യൂട്രൽ ഓപ്പൺ ആണ്, അല്ലെങ്കിൽ കൺസോളിഡേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു SMA എന്നുള്ളത് മുകളിലേക്ക് വരുന്നത് വരെ ഈ പറഞ്ഞ പോലെ കൺസോളിഡേഷൻ ആണെങ്കിൽ RSI താഴെ പോയിട്ട് തിരിച്ചു മുകളിലോട്ട് തന്നെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഒരു ഡൗണിനെ പറ്റി ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 24,666 24,666 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രമാണ് നമുക്കൊരു ഡൗൺഫാൾ പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ കൺസോൾട്ടേഷൻ ചാർട്ട്സ് തന്നെ നിലവിൽ നിൽക്കുന്നത്. മാർക്കറ്റിൻ്റെ അപ്പർ സൈഡ് മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഡേയുടെ ഒരു ഏകദേശം ഒരു ഹൈ ആണ്. നമ്മൾ ഏകദേശം ഒന്നും പറയാനേ പറ്റത്തുള്ളൂ, കറക്റ്റ് അക്യുറസി ഒന്നും പറയാൻ പറ്റില്ല. അതായത് മാർക്കറ്റ് സ്റ്റിൽ ഇപ്പോൾ ഡൗൺ ആണ്. അത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 24,731 കൺസോൾട്ടേഷൻ സോണിലേക്കും നേരെ തിരിച്ച് 24,796 ബ്രേക്ക് ചെയ്താൽ 24,837 24,928 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു ലെവല്. അപ്പോൾ നമ്മൾ ഒരുപാട് ട്രേഡ് എടുക്കുന്നതിലും ബെസ്റ്റാണ് ഒരു ട്രേഡോ അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ചറപറ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ 24,664 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 24,555 അതേപോലെ തന്നെ 24,796 ബ്രേക്ക് ചെയ്താൽ 24,837 24,928 ഭാഗത്തേക്കുമാണ് നമ്മൾ ഇന്നത്തെ മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ.
ഇനി നെക്സ്റ്റ് നമ്മളുടെ സി ആണ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി 5 മിനിറ്റിൽ സ്റ്റിൽ RSI അപ്പർ സൈഡാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഡൗൺ സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്ട്രൈക്ക് മാറ്റിയിട്ട് നോക്കാം. കുറച്ച് ഡൗണിലേക്ക് മാർക്കറ്റ് വരണം. നമുക്ക് 202 അല്ലെങ്കിൽ 24,600 സി എടുക്കാം. ഇത്തിരി ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളതാണ്. 24,600 സി എടുക്കാം. അതേപോലെ തന്നെ പിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് 25,000 പി ആണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ 25,000 പിയിൽ നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 598 നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലാസ്റ്റ് ലെവൽ കേട്ടോ. 3 ടാർഗറ്റുകൾ നമുക്ക് ഓൾറെഡി മാർക്ക് ചെയ്തിടാം. അതായത് ഫസ്റ്റ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന ടാർഗറ്റ് ലെവൽ 458. ലൈനും ഒരെണ്ണം കൂടെ ഉണ്ട്. 3 സ്റ്റെപ്പായിട്ടാണ് മാർക്കറ്റ് ഇറങ്ങിയേക്കണേ. അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ പിയുടെ ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ റിജക്ഷൻ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 372, 458, 598 ലെവലൊക്കെ ആണ് നമ്മൾ എന്തിലുദ്ദേശിക്കുന്നത്, താൽക്കാലികമായിട്ട് പിയിൽ നമ്മൾ മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ സിയുടെ ടാർഗറ്റുകൾ ഏതൊക്കെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 282, 290, അതേപോലെ 305 അതൊക്കെയാണ് സിയുടെ നോർമൽ ലെവലുകൾ. അപ്പോൾ RSI സ്റ്റിൽ മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് പിയിൽ ക്രോസ് ഓവർ ആയതിന് ശേഷം മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്തത്രോളം കാലം മാർക്കറ്റ് സിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ സിയിൽ നമുക്കൊരു എക്സിറ്റ് പോയിന്റ് എന്നൊക്കെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നത് 265 താഴത്തോട്ട് ക്യാൻഡിൽ, 265, 260 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം നമ്മൾ സി ഡൗൺ ആയി എന്ന് നമ്മൾ കണ്ടേച്ചാൽ മതി. കാരണം സ്റ്റിൽ RSI ഒക്കെ അപ്പർ സൈഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് 260 നമ്മളുടെ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 280 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 300, 316 അവിടെയൊക്കെ ഒരുപാട് വിക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം RSI നോക്കിയിട്ടാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 280 മുകളിലോട്ട് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 300, 330, 345, 370 ലെവലുണ്ട്. പിയുടെ നമ്മൾ 372, 458, 598 ലെവലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിയിലേക്കുള്ള മൂവ് കുറച്ച് വരേണ്ടതായിട്ടുണ്ട്. അത് ഏത് സമയത്താണെന്നുള്ളത് നമുക്ക് RSI ക്രോസ് ഓവർ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് 50% ക്രോസ് ഓവർ കിട്ടിയാൽ 50% ഇല്ലാന്നുണ്ടെങ്കിൽ സിയുടെ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് നമുക്ക് പിയിനെ പറ്റി ആലോചിക്കാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് തന്നെ നല്ല ഡൗൺ സൈഡിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മേജർ സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു വലിവ് തിരിച്ചു വരുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഏകദേശം ഒരു 257 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് സിയിൽ നമുക്ക് താൽക്കാലികമായിട്ട് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ നിലവിലുള്ള പിയുടെ അപ്പർ ലെവൽ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് 308 ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിയുടെ 308 ആദ്യത്തെ ഒരു റിജക്ഷൻ എന്തായാലും മാർക്കറ്റിൽ വരണം. അതിനുശേഷമായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. 306, 308 നമ്മൾ പറഞ്ഞിരിക്കണേ. പിയിൽ 308 ഒരു റിജക്ഷൻ ഉണ്ട്. ആ 308 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 310 ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ 300 തൊട്ട് 308 വരെയുള്ള ആദ്യത്തെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ അത് നമുക്ക് ഇനിയിപ്പോൾ ഒരു 298 താഴത്തോട്ട് പോയാൽ അത് ചെറിയൊരു റിവേഴ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. RSIയിൽ പിയിലേക്ക് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 308 എന്നുള്ളൊരു ലെവല് ആദ്യമേ മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പിലേക്ക് പോകും. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് തന്നെ നിലവിലുള്ള പി ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 298 താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് ഡൗൺ ആവും. ഇല്ലെങ്കിൽ നമുക്കൊരു 10 പോയിൻറ്റ് 300 തൊട്ട് 310 വരെ കിട്ടി എന്നുള്ള ലെവലിൽ മാക്സിമം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളത് ഒരു കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിൻറ്റോ കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്താലും നമുക്ക് വിഷയമില്ല. ഈ ട്രെൻഡ് എത്ര നേരം കണ്ടിന്യൂ ചെയ്ത് വരും, അല്ലെങ്കിൽ 372 വരെ വരും എന്ന് നമുക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. കാരണം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്കത് കൺഫേം ആയിട്ട് പിയുടെ ഈ കർവ് ജെനുവിൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് 10 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് താൽക്കാലികമായിട്ട് നമ്മൾ പിടിച്ചതിൻ്റെ ഉദ്ദേശം. 10 പോയിൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അത് കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സമയമുണ്ട്, എടുക്കാനായിട്ടുള്ള സമയമൊക്കെ ഉണ്ട്, 300 തൊട്ട് 310 വരെ. ഇനി അത് അടുത്ത 310 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 372 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. 15 മിനിറ്റ്സിൽ ചെറിയൊരു ക്രോസ് ഓവർ താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ 30 മിനിറ്റിൽ ചെറിയൊരു കർവ് പോലെ വന്നിട്ടുണ്ട്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. 316 320 എക്സ്പാൻഷൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് ആണ് മെജോറിറ്റി ഇന്ന് കാണുന്നത്. പിന്നെ ഒരു 21 പോയിന്റ് കിട്ടിയാൽ അത്ര ആയി എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് 372 വരെ പോകില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. മാർക്കറ്റ് 298 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 280 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പി ഡൗൺ ആയി എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാനായിട്ട് പറ്റത്തുള്ളൂ. കൺസോൾട്ടേഷൻ സോണും ആയതുകൊണ്ട് നമുക്കൊരിക്കലും അത് ഒറ്റടിക്കൊന്നും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അവിടെ കുറച്ച് കൂടുതൽ ക്യാൻഡിൽസ് അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഡേയിൽ. അപ്പോൾ ആ ഒരു ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 372 കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് മാർക്കറ്റ് 458 പോകുന്നതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നു കഴിഞ്ഞാൽ അത് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മളൊന്ന് അലർട്ടായിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി മാർക്കറ്റ് 319 ലെവലിൽ വന്ന് നിൽപ്പുണ്ട്. 320 ഒന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ ചെറിയൊരു അപ്പം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം 329. അപ്പോൾ മനഃപൂർവ്വം ആ 320 ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് നിൽക്കുകയാണ്. വാതിൽ തുറന്നു കൊടുത്താൽ 329 പോകേണ്ടി വരും. 319.45, 319.90, 319.20 ബ്രേക്ക് ചെയ്താൽ ഹൈ വോളിയം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ മൂവ്മെൻ്റ് ആയിരിക്കും 372 മാർക്കറ്റ് മൂവ് ചെയ്യണം. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 ക്യാൻഡലിൻ്റെ ഒരു വിക്കും ബോഡി ലെവലൊക്കെ ആയിട്ട് 336 നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയ വോളിയം ഒന്നും പോരാ ബ്രേക്ക് ചെയ്യാനായിട്ട്, കുറച്ച് കൂടുതൽ ആളുകളുടെ സഹായം വേണം. ഇവിടെ ഇത്രയും സോൾജിയേഴ്സ് ഉണ്ട്, ഇപ്പോൾ നമ്മൾ ഒരാളായിട്ടാണ് പോയിരിക്കണേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കഠിനമായിട്ടുള്ള ഒരു പരിശ്രമമുള്ള കാര്യമാണ്. ഇൻ കേസ് അത് സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോകാൻ കഴിഞ്ഞാൽ അങ്ങനത്തെ ബ്രേക്കിന് വോളിയം കൂടുതലായിരിക്കും. ആ വോളിയം വന്നു കഴിഞ്ഞാൽ 372 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. 320 അവിടെ നിന്നത് കാരണമാണ് നമ്മൾ ആ ഒരു ലെവല് വീണ്ടും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ 322 അപ്പോൾ ഇതിൽ ഏത് വിക്കിലാണ് റിജക്ഷൻ ആവണേ അല്ലെങ്കിൽ ബ്രേക്ക് ആവണേ എന്നുള്ളത് ആവറേജ് കണക്കൂട്ടി നമ്മൾ വെച്ചിരിക്കുന്നത് 329, 330 ലെവലാണ്.
കുറച്ച് കൂടുതൽ ടൈം എടുക്കും. കാരണം ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ട്, ഇപ്പുറത്ത് നല്ല കൺസോൾട്ടേഷൻ ഉണ്ട്. ആ സപ്പോർട്ട് എടുത്ത ഒരു സെക്കൻഡ് സപ്പോർട്ടാണ് സി അവിടെ എടുത്തിരിക്കണേ. അതുകൊണ്ടാണ് നമ്മളൊരു വലിയ മൂവ് കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, അതുവരെയും ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. പിയിലേക്ക് വരണം, കാരണം 15 മിനിറ്റ്സ് RSI 45 ഡിഗ്രി ഒരു ചരിവ് തന്നിട്ടുണ്ട്. പിന്നെ അത് ഗ്രീനിലേക്കും കൂടെ കയറിയാൽ സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും. നമ്മുടെ കൂടുതൽ കോൺസെൻട്രേഷൻ പിയിൽ തന്നെ ആയിരിക്കും. സിയിലേക്ക് അത്ര വലിയ ലുക്കൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുത്താൽ തന്നെ ഒരു 270 282 വരെയൊക്കെ കൊടുക്കുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്നില്ല. മാർക്കറ്റ് ഈ ഒരു 247 ബ്രേക്ക് ചെയ്ത് മുകളിൽ നിന്നാൽ മാത്രമാണ് നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ 329 ആദ്യം പറഞ്ഞത്, അത് പിന്നെ 336 എക്സ്പാൻഷൻ കിട്ടിയിട്ടുണ്ട്. ആ ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ 372 മാർക്കറ്റ് പോയി നിൽക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ ബ്രേക്ക് ചെയ്യൽ ഒരു ഇത്തിരി ചടങ്ങ് പിടിച്ച പണിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും മാക്സിമം കയറ്റി കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ പൊക്കത്തേക്കാ ലോക്ക് ചെയ്ത് ഇടണം. അല്ലെങ്കിൽ 298 മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ. $330 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. എന്തായാലും ഒരു 3-4 ക്യാൻഡിൽ ഇവിടെ എന്തായാലും സ്ട്രഗിൾ ചെയ്യും, അതിന് ശേഷമാണ് ബ്രേക്കൗട്ട് ഉണ്ടാവത്തുള്ളൂ. 330 മാർക്കറ്റ് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണം, അല്ലെങ്കിൽ അതോടുകൂടി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകണം. ഇപ്പോൾ സംഭവിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ, ഇല്ലെങ്കിൽ 2 ഡോജി ക്യാൻഡിൽ. ദെൻ അത് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെവല് 372 ആവാം, 394 ആവാം. അത് ഈ ഒരു ഏരിയ ഒന്ന് നമുക്ക് കവർ ചെയ്ത് കിട്ടിയാലാണ് നമുക്ക് അത് കൺഫേം ആയിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഒറ്റയടിക്കൊന്നും എന്തായാലും ബ്രേക്ക് ചെയ്ത് പോകത്തില്ല, കുറച്ച് അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്തിട്ടേ നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടത്തുള്ളൂ. എന്തായാലും 250 മുകളിലോട്ട് വന്നാൽ മാത്രം നമ്മൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. 250 മുതൽ 270 284 വരെ. അല്ലാതെ നമ്മൾ സിയിലേക്ക് ഒരു ഗ്രീൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ചാടിക്കയറേണ്ട കാര്യമില്ല. പിന്നെ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ 24,720.45 നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് മാർക്കറ്റ് ഇൻഡെക്സിൽ എടുത്തിരിക്കണേ. ആ 24,720.45 ഇൻഡെക്സിൽ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 24,698 കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് വീഴത്തുള്ളൂ. അതൊക്കെ അപേക്ഷിച്ചിട്ടാണ് നമ്മളിവിടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അത് ബ്രേക്ക് ചെയ്താൽ ഹൈ വോളിയം ബ്രേക്കൗട്ട് ആയിരിക്കും വരുന്നതെന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ഗ്രീൻ വന്നു എന്ന് വെച്ചിട്ട് ഒരിക്കലും അതൊരു അപ്പാവില്ല. 250 മുകളിൽ നിൽക്കണം. 243 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയി ഒരു 250 കൂടെ ബ്രേക്ക് ചെയ്താലാണ് നമുക്കൊരു 270 ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നല്ല സപ്പോർട്ടാണ് മാർക്കറ്റ് എടുത്തിരിക്കണം. 24,720.45 അത് ആദ്യത്തെ റെസ്പെക്റ്റ് ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്താൽ കൺസോളിഡേഷൻ സോണായിട്ടുള്ള 24,698.63 മാർക്കറ്റ് ഡൗൺ ആവേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ 330 ലെവലും മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്യാൻഡിൽ ഏതാണ്ടൊക്കെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും മാർക്കറ്റ് ഡൗൺ ആണോ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അടുത്ത ക്യാൻഡിലിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഇവിടെ നിന്നൊരു മൂവ് അപ്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 372 നോക്കിയാൽ മതി.
അപ്പോൾ മാർക്കറ്റ് 24,712 ഇൻഡെക്സ് നിൽക്കുന്ന 24,703 കൺസോളിഡേഷൻ സോണായിട്ട് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. എന്തായാലും 9:30 ആവട്ടെ. അടുത്ത മൂവ്മെൻറ്റ് 9:30 9:45 മിക്കവാറും അവിടെയൊക്കെ അങ്ങനെ നിന്നിട്ട് 10 മണിയോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ 372 ടച്ച് ചെയ്യണേ. ഇതൊക്കെ നമ്മുടെ പ്ലാനുകളാണ്. പക്ഷെ നമ്മുടെ വ്യൂ ഒന്നേ ഉള്ളൂ. പക്ഷെ പ്ലാനുകൾ പലതും നമ്മളവിടെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 338 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 338, 342, 346, ഏകദേശം ഇൻഡെക്സിൽ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. $354, ഇൻഡെക്സിൽ ഓൾറെഡി നമ്മളുടെ ടാർഗറ്റ് 24,703 എന്നുള്ള കൺസോളിഡേഷൻ സോണ് 24,700 എന്നുള്ള ലെവലിലേക്ക് 30 മിനിറ്റിൻ്റെ ക്യാൻഡിലും 50 മിനിറ്റ്സിൻ്റെ ഇൻഡെക്സ് ചാർട്ടിലും എത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇനി SMA ആണ് ടച്ച് ചെയ്യാനായിട്ടുള്ളത്. 350 ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്ന. 53, 20 പോയിൻറ്റും കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് 372 എത്തും. പക്ഷെ അത് ഒരിത്തിരി സ്ട്രഗിൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ഇൻഡെക്സ് ചാർട്ടിൽ നമ്മൾ 24,664 ഒരു സപ്പോർട്ട് ലെവലായിട്ട് വെച്ചത്. ആ സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ 24,664 നമ്മൾ ഏകദേശം ഒരു സപ്പോർട്ട് ലൈൻ വരച്ചിട്ടേച്ചത്. 355 എത്തിയിട്ടുണ്ട്. അപ്പോൾ SMA നിൽക്കുന്നത് 24,649 SMA നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ 349, 355 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. $347 നമ്മൾ ഡെൽറ്റ വാല്യൂ കൂടിയതുമാണ് നമ്മൾ എടുത്തത്. കാരണം പെട്ടെന്ന് പോയിന്റ് ക്യാച്ച് ചെയ്യാനായിട്ട് നമ്മൾ 308 ആയപ്പോൾ തുടങ്ങിയ റൈഡാണ്. എങ്ങനെ പോയാലും 21 പോയിന്റിന് മുകളിൽ നമുക്ക് ഏകദേശമൊക്കെ കിട്ടി ബോധിച്ചിട്ടുണ്ട്. പിന്നെ 15 മിനിറ്റ്സിലും 30 മിനിറ്റിലും കൺസോളിഡേഷൻ സോൺ ആയതുകൊണ്ട് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഒന്ന് സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിനുശേഷമായിരിക്കും ഇനി അടുത്ത മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. RSI 5 മിനിറ്റിൽ സിയിലേക്കൊന്ന് റീഫോം ചെയ്യാനായിട്ടുള്ള ചാൻസസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മളവിടെ മൈൻഡിലൊന്ന് വെച്ചേക്കണം. അത് നമ്മളൊരു 232 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയുടെ മൂവ്മെൻറ്റിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റത്തുള്ളൂ. 235 ബ്രേക്ക് ചെയ്യണം. ഒരു RSIയിൽ ചെറിയൊരു തിരിവ്, ഒരു മുട്ടി ഇങ്ങനെ നിൽക്കുന്ന കാരണമാണ് ഒരു ചെറിയ രീതിയിൽ അങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും 9:33 ആയിട്ടുണ്ട്. ഒരൊറ്റ വിക്ക് 372 അടിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ ഒരു തീരുമാനം നമുക്ക് മാർക്കറ്റിൽ ആക്കാമായിരുന്നു. 358, 356 ഇത് പോകും. മാക്സിമം നമുക്ക് ലോക്ക് ചെയ്യണം. കാരണം അടുത്തൊരു ഡയറക്ഷൻ ഏതും സമയത്തും മാർക്കറ്റിൽ റിവേഴ്സൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒന്ന് അലർട്ടായിട്ട് കറക്റ്റായിട്ട് ഇരിക്കുക. കാരണം ഇവിടുത്തെ ഒരു ലോവർ വിക്ക് ഉണ്ട്. ആ ലോവർ വിക്കിൻ്റെ ടോപ്പ് ലെവലിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. 365 കൺസോൾട്ടേഷൻ സോണ് കൂടെയാണ്. 350 റിജക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 365 കൺസോൾട്ടേഷൻ ഉണ്ട്.
ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് മാർക്കറ്റിലുണ്ട്. നമ്മൾ കയറ്റി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ ലോവർ ലെവൽ എന്ന് പറയണത് 24,664 വിത്ത് SMA ആണ്. അത് മുട്ടിക്കഴിഞ്ഞിട്ട് എന്തായാലും മാർക്കറ്റിൽ അടുത്ത ഡയറക്ഷൻ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. $356 ലെവലിൽ ഇങ്ങനെ മാർക്കറ്റ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ലോക്ക് ചെയ്തിട്ട് പിന്നെ ഉള്ളത് കുറച്ച് വേണമെങ്കിൽ ഒരു 21 പോയിന്റിലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. 360 എന്നുള്ള അവിടെ റെസിസ്റ്റൻ്റ് ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആവുന്നത്. അപ്പോൾ 362, 65 നമ്മൾ പറഞ്ഞ ലെവൽ ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 372 ലെവലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. 365 കൺസോളിഡേഷൻ സോണാണ് മാർക്കറ്റിൽ. പിന്നെ RSI ഒരു ഹൈവേയിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞ 24,664 SMA സപ്പോർട്ടാണ്. അപ്പം അത് ചിലപ്പോൾ ഒരു ഒറ്റ വിക്ക് അടിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ നമ്മൾ വരച്ചിരിക്കുന്ന ബ്ലൂ ലൈനിൽ ഒരു പക്ക സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ ഒന്ന് സ്ട്രഗിൾ 65 എന്നുള്ളത് കൺസോളിഡേഷൻ സോണാണ്. ഒരു സേഫ് പോയിൻ്റായിട്ട് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്ന ലെവലാണ് 65 എന്നുള്ളത്. കൺസോളിഡേഷൻ അത് നമ്മൾ സ്ക്രീൻ വലുതാക്കി കഴിയുമ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം 345 തൊട്ട് 367 വരെ കൺസോളിഡേഷൻ സോണാണ്. അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് റിജക്ഷൻ ആവാനുള്ളത് 372 മുതൽ 390 വരെ മാർക്കറ്റ് മൂവ് ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കൺസോളിഡേഷൻ എപ്പോഴും നമ്മളൊന്ന് മനസ്സിൽ വെക്കേണ്ടതാണ്. ആ സമയത്ത് കുറച്ച് കൂടുതൽ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ആ 360 ഭാഗത്ത് വന്നപ്പോൾ നമ്മൾ മാക്സിമം സേവ് ചെയ്യാം. ദെൻ ഒരു 21 പോയിന്റിൽ ബാക്കിയുള്ളത് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. RSI ക്രോസ് ഓവർ ആവുന്നവരെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് അവിടെ ഒരു റിജക്ഷൻ ചെറിയ രീതിയിൽ വരുന്നുണ്ട്. 365 ആണ് നമ്മൾ പറഞ്ഞത്. മാർക്കറ്റ് കൺസോളിഡേഷൻ സോൺ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രഗിൾ ആകാനുള്ള പരിപാടി ഒക്കെ വെച്ചിട്ട് 368 വരെ പോയിട്ടുണ്ട്. നമ്മളുടെ 372 നമ്മൾ വരച്ചിരുന്നെങ്കിലും 368, 365 കൺസോളിഡേഷനാണ്. അവിടെ സേഫ് ആവാനുള്ള പരിപാടി മാക്സിമം നോക്കുക. ബാക്കിയുള്ളതൊരു 21 പോയിന്റിലോ വല്ലതും ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് മേ ബി ഇനി 360 എഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ടൊക്കെ പോയേക്കാം. അത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൺസോളിഡേഷൻ സോണിൽ മാർക്കറ്റ് എപ്പോഴും കൺസോളിഡേഷൻ തന്നെ മാർക്കറ്റിൽ വരണം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പം SMA ക്യാൻഡിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് സിയുടെ ക്യാൻഡിൽ SMA ടച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ 305 ഭാഗത്തേക്ക് ടച്ച് ചെയ്യാനായിട്ടുണ്ട് മാർക്കറ്റിൽ. SMA 330 ഇപ്പോൾ നിൽക്കുന്നത്. അത് ഈ ഒരു ഡോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 310 മാർക്കറ്റ് ഡൗൺ ആവും. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകണം. ഇതൊരു റെഡ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട്. അപ്പോൾ അടുത്ത ക്യാൻഡിലോട് കൂടിയിട്ടായിരിക്കും നമുക്ക് അറിയാനായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ടൈമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ 9:45 ക്യാൻഡിൽ ഇനി എന്തെങ്കിലും ഒരു മൂവ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് പിയിൽ അഗെയിൻ നോക്കാം. ഇപ്പം SMA SMA റിജക്ഷൻ ആയിട്ടുണ്ട്. നമുക്കൊരു 247 മുകളിലൊക്കെ പോയാലാണ് 270 മൂവ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പറഞ്ഞതും അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് മാക്സിമം ലോക്ക് ചെയ്യാൻ വെച്ചത് 272 നമ്മൾ ട്രിഗർ ഇട്ട് വെച്ചേച്ചേ. പക്ഷേ 372. പക്ഷേ മാർക്കറ്റ് 368.26 വരെ വന്നിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അവിടെ 368 എന്നുള്ള ഹിഡൻ റെസിസ്റ്റൻ്റ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ മാക്സിമം സേഫ് ആക്കാം. കാരണം ഏത് നിമിഷവും സിയിലേക്കുള്ള ഒരു വലിവ്
നമ്മളെന്തായാലും പ്രതീക്ഷിച്ചതാണ്. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ മൂവ്മെൻറ്റ് നമ്മളെന്തായാലും SMA ഭാഗത്തേക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ മൂവ്മെൻറ്റിൽ അത്ര വലിയ ഇതായിട്ടൊന്നും നമുക്ക് തോന്നണില്ല. കാരണം 4 പോയിൻറ്റിന് മുമ്പേ തന്നെ നമ്മൾ മാക്സിമം ലോക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ വരക്കുന്ന വ്യക്തികളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ 372 കോൺസെൻട്രേഷൻ ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഡെയിലി വീഡിയോ പറയുന്നതിൽ പലരും ചോദിക്കാനുണ്ട്, ആ ഹൈയിലേക്ക് വരില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹൈ മാത്രം നോക്കി ചിലപ്പോൾ ആ ഒരു വിക്കില്ലാത്ത ഭാഗം നോക്കി ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ഒന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകും, ക്യാൻഡിൽ മാത്രം നോക്കി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ലെങ്കിൽ എന്തുകൊണ്ട് 368 റിജക്ഷനായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കാരണം അവിടെ ഒരു കൺസോളിഡേഷൻ സോണാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊരു റിവേഴ്സ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് മോഡൽ അങ്ങ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത കാരണം 4 പോയിൻറ്റിൻ്റെ ഇപ്പുറം വെച്ചിട്ട് നമുക്ക് മാക്സിമം സേഫ് ആക്കാനായിട്ടും. സിയിൽ ഈ മൂവ്മെൻറ്റ് ശരിക്കും വരേണ്ടത് 270 വരെയാണ്. പക്ഷേ ഈ 5 മിനിറ്റിൽ ഇവിടെ ഒരു SMA ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. 304 SMA ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ 9:45 ക്യാൻഡിലിൽ 305 SMA ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ SMA ടച്ച് ചെയ്തിട്ടുണ്ട്. അത് ഇനിയുള്ളത് 295 ടച്ച് ചെയ്യാനായിട്ടുള്ളത്. അത് നേരെ സി തിരിച്ച് 270 ഭാഗത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 295 ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അത് ഈ ക്യാൻഡിൽ നമുക്ക് എന്തായാലും അറിയാൻ പറ്റില്ല. ഒരു ലോ കൂടെ വിക്ക് മെജോറിറ്റി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സി 270 പോവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് കറക്റ്റായിട്ട് ഇറങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓക്കെ, പ്രോഫിറ്റബിളാണ്. നേരെ മറിച്ച് അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്തായാലും കുറച്ച് ആവറേജിങ്ങിൻ്റെ കണ്ടീഷനിൽ ഞാൻ എന്തായാലും പിയിൽ ഒരു ബൈ ഞാൻ നോർമലായിട്ട് എടുത്തിട്ടിട്ടുണ്ട്. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ആവറേജിങ് മെത്തേഡിൽ ഞാൻ എടുത്ത് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്ട്രൈക്കാണ്. കാരണം ഓൾറെഡി നമുക്ക് 21 പോയിൻറ്റ് മേലെ കിട്ടിക്കഴിഞ്ഞ്. അപ്പോൾ ഇത് 295 ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ ഒരു ലോവും കൂടെ മേ ബി വന്നേക്കാം. അത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ടോയെന്നും കൂടെ നമ്മൾ നോക്കണം. ബട്ട് എന്തായാലും ഒരു തിരിച്ചു വരവ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അത് റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് ആ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് താഴത്തോട്ട് പോയാലും നമുക്ക് വിഷയമില്ല. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് വന്നാലോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനോ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ 295 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത സ്ഥിതിക്ക് ഇത് തിരിച്ച് മൂവ് ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ട് നോൺ സ്റ്റോപ്പ് റൈഡായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവണേ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കണമെങ്കിൽ അടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സിയിൽ 270 മാർക്കറ്റ് മുട്ടാനായിട്ടുള്ള ചാൻസസ് നിലവിൽ മിച്ചമിട്ട് വെച്ചിട്ടുണ്ട്. അത് അടുത്ത ടൈം ഫ്രെയിമിലാണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ SMA-ലും 295-ലും ഒരു നോർമൽ സപ്പോർട്ട് എടുത്തത് കൊണ്ട് മാത്രം അവിടെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് 100% വർക്കൗട്ട് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡൗട്ട് വരാനുള്ള കാര്യമെന്ന് വെച്ചാൽ സിയിൽ 270 അവിടെ കിടക്കുന്ന കൊണ്ടുള്ള ഡൗട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ 295-ൽ മുട്ടിയപ്പോൾ എടുക്കേണ്ടതായിരുന്നു. ബട്ട് കുറച്ച് ഡിലേ ആയി പോയെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നുള്ള ലെവലിലാണെങ്കിൽ ഈ സാധനം തിരിച്ച് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എവിടം വരെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ 15 മിനിറ്റ്സിൻ്റെ RSI ക്രോസ് ഓവർ നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് ഇന്ന് പോകാൻ ചാൻസ് ഇല്ല. കാരണം കൺസോളിഡേഷൻ ടൈമിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് 9:45 ക്യാൻഡിലിൽ നമ്മളൊരു അപ്ലൈ ചെറിയ ലോട്ടിൽ നടത്തിയതിൻ്റെ റീസൺ. കൂടുതൽ ലോട്ട് അവിടെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ എടുക്കാത്തതിൻ്റെ റീസൺ ഈ ഒരു 270 ലെവല് സിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ലോട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തത്. കാരണം ഈ 290 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തോട്ട് വരും. അങ്ങനെ താഴത്തോട്ട് വരുവാണെങ്കിൽ സി
ഇവിടെ രാവിലെ മിച്ചം ഇട്ടിട്ടുള്ള 270 മാർക്കറ്റ് ടച്ച് ചെയ്യണം. അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു തീരുമാനമായി. ഇപ്പോൾ 5 മിനിറ്റിലാണ് RSI റീക്രോസ് ഓവറിൽ നിൽക്കുന്നത്. നമ്മൾ സിയിൽ ലോട്ട് സൈസ് കൂട്ടാത്ത, പിയിൽ ലോട്ട് സൈസ് കൂട്ടാത്ത റീസൺ സിയിൽ 270 ടച്ച് ചെയ്യാനുണ്ട്. 270 മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോയ പ്രീവിയസ് ക്യാൻഡിൽ, അതായത് ഇന്ന് ഓപ്പൺ ചെയ്ത ക്യാൻഡിലിൻ്റെ തൊട്ട് മുമ്പുള്ള ഗ്രീൻ ക്യാൻഡിലിന് ഹൈയും സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു പരിധി കൂടുതലൊന്നും എന്തായാലും പി ഡൗണ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ്. ഒരു RSIയുടെ ക്രോസ് ഓവറും കൂടെ ആകുമ്പോൾ ആവറേജ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. കാരണം SMA താഴെ നിൽക്കുകയാണ്, കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ സിയുടെ മൂവ്മെൻറ്റ് 270 മുകളിൽ പോയി കഴിഞ്ഞാൽ 282 വരെ പോകും. അപ്പോൾ ഈ SMA സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തത് കൊണ്ടാണ് നമ്മൾ അവിടെ ഒരു എൻട്രി എടുത്തത്. നമുക്കിപ്പോൾ വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡയറക്ഷണൽ ട്രേഡ് ആണെങ്കിൽ നമ്മൾ അവിടെ എടുത്തിട്ട് 290 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അവിടെ പേടിച്ച് വിറച്ചിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ അവിടെ ലോട്ട് സൈസ് കുറച്ച് എന്താണെന്ന് വെച്ചാൽ മൈനസ് പോകണമെങ്കിൽ പൊക്കോട്ടെ, ആവറേജ് ചെയ്യാൻ ഗ്യാപ്പ് ഫില്ലിങ്ങിൽ വരെ സ്ഥലമുണ്ട്. കാരണം താഴത്തോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് 50-50 ചാൻസ് ആണ് അവിടെ. അതായത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് മിച്ചം സിയിൽ ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്, 270 ടച്ച് ചെയ്യാൻ കിടപ്പുണ്ട്. അതേപോലെ പിയിൽ ഗ്യാപ്പ് ഫില്ലിങ് കിടപ്പുണ്ട്. അത്രയും കാര്യങ്ങളുള്ളപ്പോൾ സിയിൽ ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ പിയിൽ എടുത്ത് വെച്ചോണ്ട് സി എടുക്കില്ല എന്നുള്ള തീരുമാനങ്ങളൊന്നും എടുക്കുന്നതിൽ അർത്ഥമില്ല. പിയുടെ വഴിക്ക് അവിടെ നടന്നോളും. ആ പിയിൽ താഴത്തോട്ട് പോകുമ്പോൾ സിയിൽ കിട്ടുന്ന പ്രോഫിറ്റ് മറ്റേലെടുത്തിട്ട് നമുക്ക് സുഖമായിട്ട് ആവറേജ് ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങിയാൽ ലാഭമാണ്. അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ 10 മണി ആവട്ടെ, 10 മണിക്കാണ് ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യേണ്ടത്. 9:45, 9:50, 9:50 ക്യാൻഡിൽ. അപ്പോൾ ഈ ക്യാൻഡിൽ 250 താഴത്തോട്ട് വരാൻ പാടില്ല. ഇത് നേരെ മൂവ് ചെയ്താൽ 270, 276, 283, അതായത് പിയിൽ 290 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതനുസരിച്ചിട്ടിരിക്കും സിയുടെ ടാർഗറ്റ് ലെവലുകൾ. ഇപ്പം ന്യായമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ വരേണ്ടതാണ്. ഒരു വലിയ ഒരു എന്താ പറയണ്ടേ, സിംഗിൾ ക്യാൻഡിൽ ഒരു 10-30 പോയിൻ്റ് മിക്കവാറും സിയിലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം പിയിൽ 290 താഴത്തോട്ട് അത് ഡൗൺ ആയാൽ സിയിലെ മൂവ്മെൻറ്റ് നമുക്ക് കൺഫേം ചെയ്തെടുക്കാൻ പറ്റും. അതായത് 290 ബ്രേക്ക് ചെയ്ത് പിയിൽ ഒരു സഡൻ ഡംപ് താഴത്തേക്ക് വന്നാൽ സിംഗിൾ ക്യാൻഡിലായിരിക്കും ചിലപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യണേ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ സിയിൽ ചിലപ്പോൾ ഒരു ഒറ്റയടിക്കായിരിക്കും മാർക്കറ്റ് 270 ഒക്കെ ടച്ച് ചെയ്യുന്നത്. ഒരു ന്യായമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ എന്തായാലും വരാൻ പോസിബിലിറ്റി ഉണ്ട്. ഹൈ വോളിയം മൂവ്മെൻറ്റ് സിയിൽ വരാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട്. വരേണ്ടതാണ് നോക്കാം. 290 കവർ ചെയ്ത് പി താഴത്തോട്ട് വരണം. ഇങ്ങനെ നമ്മളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. സിയിലും പിയിലും മാക്സിമം ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എടുപ്പിക്കുക, ശേഷം മാർക്കറ്റിന് വഴിക്ക് പോവുക. അതാണ് മെയിനായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രം അവിടെ ഉള്ളൂ. 290 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുന്ന മുറയ്ക്ക് സിയിൽ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് 290 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നില്ല. ഇപ്പോൾ SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 239 SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 290 എന്നുള്ള പിയുടെ ലെവല് താഴത്തോട്ട് ബ്രേക്ക് ചെയ്ത് ഫാളായാൽ സിംഗിൾ ക്യാൻഡിലിൽ മിക്കവാറും ഗ്യാപ്പ് ഫില്ലിങ് നടക്കും. അല്ലാതെ നമ്മൾ ബ്രേക്കൗട്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പിന്നെ ഓൾറെഡി പി എടുത്തിട്ട് ആവറേജ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. സിയിൽ നല്ല ബ്രേക്കൗട്ട് കിട്ടണമെങ്കിൽ പി 290 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഫാളാവണം. ആ ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് സിയിൽ ബ്രേക്കൗട്ട് അഡീഷണൽ 270 നമുക്ക് കിട്ടത്തുള്ളൂ.
നല്ല ബ്രേക്കൗട്ട് സിയിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 290 സപ്പോർട്ട് എടുത്തിട്ട് പി മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ മൂവ്മെൻറ്റ് മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 458 ഒക്കെ വരെ പോകും ഏതെങ്കിലും ഒരു സൈഡ്. ഒരു പരിധി കൂടുതൽ എന്തായാലും പി പോകാൻ പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ SMA താഴെ നിൽക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്ന കാരണമാണ്. ഞാൻ സിയിലാണ് സത്യം പറഞ്ഞാൽ ബ്രേക്കൗട്ട് പ്രതീക്ഷിച്ചത്. പക്ഷെ ആ ബ്രേക്കൗട്ട് നമ്മൾ സിയിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് പി 290 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലേ നമുക്ക് സിയിൽ ബ്രേക്കൗട്ട് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 10 പോയിൻ്റ് ഓൾറെഡി പിയിൽ നമുക്ക് കിട്ടി ബോധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ എൻട്രി 308 308, 318, 328, 340 മുട്ടുമ്പോൾ ഓൾറെഡി നമ്മളുടെ 21 പോയിൻറ്റ്സ് ഓൾറെഡി ആവറേജിങ്ങിൽ കിട്ടി ബോധിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഓൾറെഡി നമ്മളുടെ 21 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി പിയിൽ നടന്നിട്ടുണ്ട്. 516, 555. അപ്പോൾ ആ ഡിസിപ്ലിൻ ട്രേഡ് 21 പോയിൻറ്റിൻ്റെത് ഓൾമോസ്റ്റ് അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. 21 പോയിൻ്റ് നമുക്ക് ഓൾറെഡി പിയിൽ കിട്ടി ബോധിച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ലോക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി പോകുന്ന മുറയ്ക്ക് പോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം നമുക്ക് രണ്ട് രീതിയിലുള്ള ഡൗട്ടുകളായിരുന്നു. ഒന്ന് 290 സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും, പിന്നെ 50-50% നമ്മൾ 270 സിയുടെ മൂവ്മെൻറ്റും മനസ്സിൽ വെച്ചത്. അപ്പോൾ രണ്ടാണെങ്കിലും ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ തയ്യാറായിരുന്നു. നമ്മളുടെ 340 എന്നുള്ള ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ പി മൂവ് ചെയ്ത് 372 358 ഒരു മൂവ്മെൻറ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടത്തുള്ളൂ. കാരണം RSIയിൽ ഒരു മടക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്, പിയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്മൾ ട്രെയിൽ ചെയ്തു 21 പോയിൻറ്റ്സ് ഓൾറെഡി ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെയ്ത്. കഴിഞ്ഞ ഈ ഡിസംബർ തൊട്ടുള്ള എല്ലാ വീഡിയോയിലും ഞാൻ 21 പോയിൻറ്റ് ടാലി ചെയ്തെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ഒരു ടെൻഷനും ഇല്ലാതെ സംസാരിച്ചുകൊണ്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇന്ന് ആകേണ്ടായ ഒരു ബുദ്ധിമുട്ട്, ചെറിയ രീതിയിലൊരു കോപ്പി ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് 2 പേരുടെ ഓർഡർ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം രാവിലെ ഇത്തിരി ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായി. കാരണം ഞാനത് പഠിച്ചു വരുന്നുള്ളൂ, അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അല്ലെങ്കിൽ 340-ൽ കോപ്പി ട്രേഡിങ് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ 21 പോയിൻ്റ് ഓൾറെഡി അതിൽ ആയിപ്പോയേനെ. അത് മിസ്സായി. എനിവേ നമുക്കിനി അടുത്ത മൂവ്മെൻറ്റ് നോക്കാം. ഓൾറെഡി 340-ൽ സാധനം റിജക്ഷൻ ആയിട്ടുണ്ട്. ഒരു പരിധി കൂടുതൽ എന്തായാലും മാർക്കറ്റ് പോവില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. ഇനിയിപ്പോൾ 250 ബ്രേക്ക് ചെയ്താൽ മാത്രം സി നോക്കിയാൽ മതി. 250 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 270-ലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ഇനി അടുത്തത് വരാൻ പോകണം. ഇവിടെ നമ്മൾ 340 ആണ് റിജക്ഷൻ പറഞ്ഞത്. കറക്റ്റ് മാർക്കറ്റ് 338 വരെ പോയിട്ടുള്ളൂ. നമ്മളവിടെ സേഫ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി മാർക്കറ്റിൽ 9-10 മണിയുടെ ക്യാൻഡിലാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ പക്ക കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് രാവിലെ പറഞ്ഞു. രാവിലത്തെ ക്യാൻഡിൽ റെഡ് ആദ്യത്തെ 15 മിനിറ്റ്, രണ്ടാമത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഗ്രീൻ, മൂന്നാമത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ റെഡ്, നാലാമത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ദേ എന്തായിക്കൊണ്ടിരിക്കുക, ഗ്രീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? SMA മേളിലോട്ട് വരുന്നത് വരെ മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ ഉണ്ടാവുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആ മൂവ്മെൻ്റാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു പരിധി കൂടുതൽ മാർക്കറ്റ് വിട്ടുപോവില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ. ഇനി 250 ഒക്കെ ബ്രേക്ക് ചെയ്താൽ ഇവിടെ 270 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അതായത് സി സൈഡിലും ടച്ച് ചെയ്യാനായിട്ടുണ്ട് മാർക്കറ്റ്, പി സൈഡിലും നിലവിൽ ലൈവിലി ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പ്രതീക്ഷിക്കുന്നത് എന്താ, മാർക്കറ്റ് കൺസോളിഡേഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇനി 10:15 ട്രേഡിൽ റെഡ് വന്നാലായി. എന്തായാലും 42 മിനിറ്റ് വീഡിയോ ആയിട്ടുണ്ട്. നമുക്ക് സിയിലും നല്ല പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവറേജ് ചെയ്തും പിയിൽ റീ എൻട്രി എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആയി. അപ്പോൾ ഓൾറെഡി നമ്മൾ 10:15 വരെ ക്യാൻഡിലിൽ കൺസോൾട്ടേഷൻ ആണെന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഒന്ന് പിയിൽ 372,
രണ്ട് സിയിൽ 270 290 ലെവലിലേക്കൊക്കെ പോകാനായിട്ടുണ്ട്. അത് 10-കാലിൻ്റെ മൂവ്മെൻറ്റിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. കാരണം 350 റേഞ്ചിൽ ഒരു സ്പേസ് മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അതൊരു 340 345, അതായത് ഒരു 3 ക്യാൻഡലിന് മുമ്പുള്ള വിക്ക് ഉണ്ട്. അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ 343.75. അപ്പോൾ 345 ബ്രേക്ക് ചെയ്താൽ 50 52 72ലേക്കുള്ളൊരു മൂവ്മെൻറ്റും സിയിൽ 250 ബ്രേക്ക് ചെയ്താൽ 270ലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും 10-കാലിനും 10-മുക്കാലിനും ഇടയിൽ വരാനായിട്ടുള്ള ചാൻസ്. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത 10-കാലിൻ്റെ ക്യാൻഡലിൽ ചെറിയൊരു ലോ പിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് 345 ബ്രേക്ക് ചെയ്താൽ 350 358 വരെ മാർക്കറ്റ് പോകും. നേരെ മറിച്ച് സിയിൽ 238 ബ്രേക്ക് ചെയ്താൽ മാത്രം മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ, അല്ലാതെ കിട്ടത്തില്ല. 337 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിലെ മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. കാരണം SMA ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരികയാണെങ്കിൽ 24 ഓക്കെ എവിടം വരെ എത്തി? പിയിൽ 10-കാലിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സിംഗിൾ ക്യാൻഡിലിൽ 358 അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത 372 ലെവലാണ് നമ്മൾ പറഞ്ഞത്. അത് 360 വരെ പോയിട്ടുണ്ട്. ആ 360 5960 നമ്മൾ പറഞ്ഞത്. ഏത് ക്യാൻഡിലാണ്? 10-കാലിൻ്റെ ക്യാൻഡിലിൽ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് 340 ബ്രേക്ക് ചെയ്ത 345 ബ്രേക്ക് ചെയ്ത ആ ഒരു ലെവലിലേക്കും അത് ഓൾറെഡി 360 മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. SMA മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. 24,699 SMA. എന്തായാലും രാവിലെ മാർക്കറ്റ് 10:30 മുമ്പ് SMA മുട്ടിയിട്ടേ അടുത്ത മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഓൾറെഡി നടന്നു ബോധിച്ചിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ആ SMA ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിയിൽ നമ്മുടെ അടുത്ത ലെവല് 372 458, പിന്നെ വൺ സൈഡ് മാർക്കറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 598 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാം. അത് ഇന്നാവണമെന്നില്ല, ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. കാരണം 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിൽ പറഞ്ഞത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാണിച്ചും കൂടെ കൊടുക്കണമല്ലോ. SMA ടച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ആ SMA മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,664 അവിടെയും ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിലൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 24,646 24,564 ഭാഗത്തേക്കോ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ദയവ് ചെയ്ത് നമ്മുടെ ഇതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. എനിവേ മാർക്കറ്റ് 361 ആയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് പോകാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 372 നമ്മൾ രാവിലെ തൊട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് 372. ആ 72 മുട്ടിക്കഴിഞ്ഞാൽ അപ്പം ലൈവ് ഷട്ട് ഡൗൺ ചെയ്യാം. 12 പോയിൻ്റ് കൂടെ ഉള്ളൂ. മുട്ടുവാണ് അടുത്ത ക്യാൻഡിലിൽ മുട്ടണം, അല്ലാതെ മുട്ടിയിട്ട് കാര്യമില്ല. 200 എന്നുള്ള ലെവല് മാർക്കറ്റ് നിൽക്കുന്നത്. 200 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്ത് വരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് 167 വരുന്നത്. വേറെ സ്പേസ് ഒന്നും ഇല്ല മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കാനായിട്ട്. ഇപ്പം 367 ആയിട്ടുണ്ട്. ഒരു 5 പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ 372 ആവും. 372 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിജക്ഷൻ 390 ആണ്. 390 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 458 435 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. ലൈവ് എന്തായാലും 372 മുട്ടിക്കഴിഞ്ഞാൽ അപ്പം നിർത്തും. 78 79 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
372 മുട്ടിക്കഴിഞ്ഞാൽ നിർത്തും എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് എന്തായാലും പാലിക്കാം. മാർക്കറ്റ് 377 390 ഒരു റിജക്ഷൻ. 390 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ 453 ഭാഗത്തേക്കാണ് മൂവ് ചെയ്യണത്. അപ്പോൾ അതിൽ ഇന്നത്തെ പ്രോഫിറ്റ് എല്ലാവരും അയച്ചു തന്നിട്ടില്ല. എന്നാലും അയച്ചു തന്നേക്കുന്നവർ 1575, 6592, 6933, 20452 വരെ ഫസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ഡീറ്റെയിൽസ് എന്ന് പറയണത്. അപ്പോൾ എനിവേ പറഞ്ഞതുപോലെ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം, കോൺടാക്റ്റ് ചെയ്യാം. എനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.